എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഇന്ന് അവസാനിച്ചു. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതോടൊപ്പം അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും നിരന്തരമായ കമൻറ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ, അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. hscap എന്ന ഈ സ്ക്രീനിൽ കാണുന്ന 5 അക്ഷരം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. hscap എന്ന ഈ സ്ക്രീനിൽ കാണുന്ന 5 അക്ഷരം നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ 5 അക്ഷരം നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ hscapൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പ്രവേശിക്കുക. ശേഷം തുറന്നു വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ദൃശ്യമാകുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് ആ ലിങ്ക് അവിടെ അവൈലബിൾ ആകുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി ഒരു 8 അക്കമുള്ള നമ്പറാണ്. പാസ്വേഡ് ഇപ്പം നിങ്ങളുടെ പേര് അർജുൻ എന്നാണെങ്കിൽ arjun@123 അതാണ് പാസ്വേഡിൻ്റെ മോഡൽ. ഡിസ്ട്രിക്റ്റ് ജില്ലയിൽ നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനി സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നാളെ വ്യാഴാഴ്ച റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ മറ്റന്നാൾ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമായിരിക്കും അഡ്മിഷൻ എടുക്കേണ്ടത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേറ്റ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ മിസ്റ്റേക്ക് പറ്റിയത്? ഇങ്ങനെയാണ്, നാളെ വെള്ളിയാഴ്ച എന്നെഴുതി വെള്ളിയാഴ്ച റിസൾട്ട് പ്രസിദ്ധീകരിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ആയിരിക്കും അഡ്മിഷൻ നടക്കുക. ചിലപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ നാളെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ആയിരിക്കും അഡ്മിഷൻ നടക്കുക എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയായിരിക്കും മിക്കവാറും അഡ്മിഷൻ ഉണ്ടാകുക. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടതെന്നും കൂടി വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നാളെ രാവിലെയോടെ തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളും അത് ബാക്കി തുടർന്നുള്ള പ്രൊസീജിയറും കാര്യങ്ങളുമൊക്കെ സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ സ്കൂൾ ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുകയും ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ, ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.